ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടാണ്. ആ പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. നല്ല ആക്റ്റീവാണ്, നല്ല അധ്വാനികളാണ്. അത് ആ അപ്പൻ്റെ കൂടെ അങ്ങ് ശീലിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഏറ്റെടുത്തു. ഇതിപ്പോൾ എത്ര നാളായിട്ട് ഇവർ ഈ കൃഷി നടത്തും? ഇപ്പം ഒരു 3 വർഷമോ 4 വർഷമായിരുന്നു എനിക്കത്. അപ്പോൾ പണ്ടോട്ടാണ്. ഇപ്പോൾ ഇത്രയും കൂടുതൽ വളർക്കാൻ വേണ്ടി 3-4 വർഷമായി. എത്ര പശുക്കൾ വളർത്തുന്നു? അതുകൊണ്ട് മൊത്തം കൊണ്ട് 20 കിടാക്കളും കൂടി കൊണ്ട് 20-25 വരെ വരുമായിരുന്നു. എത്ര പശുക്കൾ ചത്ത 13 ആ കിടാക്കൾ ചത്തില്ല. കിടാക്കൾ ഈ തിന്നിയല്ലോ അതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ പ്രായമായ കറവയുള്ള ചത്തു പോയത്. ഇന്നലെ മിനിങ്ങാന്ന് രാത്രി 9 മണി തൊട്ട് ചാകന്നിറങ്ങി. അത് കൃത്യം എനിക്കറിയത്തില്ല. പിള്ളേർ തന്നെയാണ് നോക്കുന്നത്. എനിക്കറിയാം, ഞങ്ങൾ വീട്ടിൽ നിന്നാൽ കാണാം രാത്രി 8-9 മണിയാകുമ്പം ഇവിടെ പുലിയെത്താൻ ഇറങ്ങുക, ഹെഡ്ലൈറ്റും വെച്ചിട്ടുണ്ട് ഈ കണ്ടത്തിൽ. പഠിക്കുന്നത് കൃത്യം മൂത്തത് +2 ആയി. അവനിനി വിദേശത്ത് പോകുന്ന ഇങ്ങനെ പറഞ്ഞു വിടും. വീട്ടിൽ ഒരു അപ്പനുണ്ട്, പിള്ളേരുടെ വല്യപ്പന. പുള്ളിക്ക് കൊണ്ട് ഒന്നും കൊള്ളിയല്ല. ഭക്ഷണം കഴിക്കാതെ ശകലം വല്ലതും കഴിക്കും. ആൾക്കാരോട് ഒന്നും മിണ്ടിയാല, ഏറ്റ് ചുമ്മാ നടക്കും. പക്ഷേ 100 വയസ്സാറായി വല്യപ്പന. പിള്ളേരതിലെല്ലാം നോക്കുന്നത്. ഇതെല്ലാം സർക്കാരിന് കുറേ ആനുകൂല്യമുണ്ട്, അങ്ങനെ പെടുന്നതാണ്. ശരിക്കും എന്നാ വെച്ചാൽ ഈ മിൽമാക്കാർ ഇന്നാളും ഒരിക്കലൊന്ന് ചത്തപ്പം ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ആ കാർന്നവർ മരിച്ചപ്പം വന്ന് വെച്ചിട്ട് ചെയ്തതായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓഫറൊക്കെ കൊടുത്തേ ഉള്ളൂ, പക്ഷേ ഫുൾ തുകയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ കുറച്ചു കാലം മുമ്പ് ഇവരുടെ പശുവിനെ തൂറ്റ് പിടിച്ചു. അത് ഈ എൻ്റെ പൊടി മിൽമയുടെ ഏതോ ഒരു കമ്പനിയുടെ തീറ്റ കൊടുത്തതാണ്. അത് അവർ വന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തതാണ്. എന്നിട്ടും അതിന് പ്രത്യേകിച്ചൊരു ആനുകൂല്യമൊന്നും അവർക്ക് കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ചത്തിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഈ തീറ്റ കൊടുത്തിട്ട് തൂറ്റ് പിടിച്ചിട്ട് വേണ്ട 45 ലിറ്റർ പാല് കറന്നിടത്ത് 15 ലിറ്ററാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അത്രയും ഭയങ്കര നഷ്ടം വന്ന് ഇവർ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം. ഭയങ്കര കഷ്ടപ്പാടാണ്. ആ പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. നല്ല ആക്റ്റീവാണ്. അമ്മയും നോക്കും, പിന്നെ പിള്ളേരും പാല് കൊണ്ടേ കൊടുക്കുന്നൊക്കെ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെയാണ്. നല്ല അധ്വാനികളാണ്. അത് ആ അപ്പൻ്റെ കൂടെ അങ്ങ് ശീലിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഏറ്റെടുത്തു. അപ്പനായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ പിള്ളേരും നല്ലപോലെ സഹകരിക്കുമായിരുന്നു കേട്ടോ. എന്നാണേലും അവസാനം അത് അപ്പം മരിച്ചു പോയപ്പോഴത്തേനും ഭയങ്കര ഇതായി. കുറേ ആൾക്കാർ ഇപ്പം 23 കൊണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ 13 ഇപ്പം ചത്തേക്കുന്നത്. അതും പാലുള്ളതും ശനയുള്ളതുമായിട്ട് നല്ല വരുമാനമുള്ള തന്നെ ചത്തുപോയത്. പിന്നെ കുറച്ച് ഇപ്പം എൻ്റെ കുഞ്ഞു കിടാക്കളൊക്കെ അല്ലേ ഉള്ളൂ. ഭയങ്കര നഷ്ടമായിപ്പോയി. ഇനിയിപ്പം പലരും വന്ന് സർക്കാരിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെട്ടു. സഹായങ്ങൾ ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമാ നടന്മാരൊക്കെ വന്ന് പൈസയൊക്കെ അവരൊക്കെ ചെക്ക് കൊടുത്തേച്ച് പോയതാണ്. മമ്മൂട്ടിയുടെയും ഓഫർ കൊടുത്തു. പിന്നെ ജയറാം ഇവിടെ വന്നു. ജയറാം വന്നിട്ടാണ്ട് 5 ലക്ഷം രൂപ കൊടുത്തുന്നുണ്ട് പറഞ്ഞിട്ട് ചെക്ക്. പിന്നെ മറ്റുള്ളവരൊക്കെ ഓഫർ കൊടുത്തിട്ട് പോയി. ഓഫറല്ല, ചെക്ക് കൊടുക്കാണ്ടായിരുന്നു. മറ്റേ സർക്കാരിൻ്റെയൊക്കെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. ഇന്നലെ രാവിലെ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് സാധാരണ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല. കാരണം പശുക്കൾ കുറേ എണ്ണം ചത്ത് മരിച്ച് തൊഴുത്തിൽ കിടക്കുന്നു. കുട്ടികളാണെങ്കിൽ ഡിപ്രഷനായി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ ചെറുപ്പം മുതലേ പശുക്കളെ വളർത്തി ജീവിക്കുന്നതാണ്. ഇവരുടെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് തന്നെ അച്ഛനെ സഹായത്തിനായിട്ട് ഈ കുട്ടികൾ എപ്പോഴും ഉണ്ടായിരുന്നു. പശുക്കളെ തീറ്റാനും കറക്കാനും ഒക്കെ ഇവർ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായ പിതാവിൻ്റെ മരണം അവരെ തളർത്തിയെങ്കിലും അവർ ഈ പശുക്കളെ കൊണ്ട് വിൽക്കാതെ പശുക്കളെ കൊണ്ട് തന്നെ ഉപജീവനം നടത്താം എന്ന് തീരുമാനിക്കുകയായിരുന്നു കുട്ടികൾ. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു ഇവിടുത്തെ ഇളയ കുട്ടി. അവനാണ് കൂടുതൽ പശുക്കളോട് സ്നേഹവും കരുതലും. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചാണ് സഹകരിച്ചാണ് ഇത് ജോലികളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ആ കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠനത്തോടൊപ്പം ഈ പശുക്കളുടെ പരിപാലനം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായ പശുക്കളാണ്, കുട്ടിയായിട്ട് ഉണ്ടായ പശുക്കളാണ് വളർന്ന് ഈ ഇത്രയും വലുതായി കറക്കുന്ന ഇതിലേക്ക് എത്തിയത്. അപ്പോൾ മാനസികമായിട്ട് കുട്ടികൾക്ക് ഈ പശുക്കൾ മരിച്ചപ്പോൾ ഒരു കൂടുതൽ വിഷമം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇന്നലെ ഞാനിവിടെ വന്നവരെ ആശ്വസിപ്പിക്കുകയും ഇത് കൂടുതലായിട്ട് ഇതിൽ കൂടുതൽ നമുക്ക് പ്രചോദനം തരുന്ന രീതിയിൽ കൂടുതൽ ആളുകളുടെ സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കാം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം നമുക്ക് കിട്ടും. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് അവർ പ്രചോദനം അവർക്ക് കൊടുത്തിരുന്നു.